ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടുങ്ങല്ലൂരിലെ പെരിയാറിൻ തീരത്താണ്. പഴങ്ങളും പച്ചക്കറികളും സുഗന്ധദ്രവ്യങ്ങളും കച്ചവടത്തിനായി ജലമാർഗം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പുരാതന കാലത്ത് കൊടുങ്ങല്ലൂർ വലിയൊരു തുറമുഖമായിരുന്നു. മുസ്രീസ് എന്നായിരുന്നു അന്ന് ഈ തീരപ്രദേശത്തിന്റെ പേര്. യേശുവിന്റെ ശിഷ്യനായിരുന്ന തോമാശ്ലീഹയ്ക്ക് ശേഷം ക്നാനായി തോമ എന്ന് പറഞ്ഞ ഒരു യഹൂദ ക്രിസ്ത്യൻ സിറിയയിൽ നിന്നും കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്നു. ഈ ബിൽഡിംഗ് അദ്ദേഹത്തിന്റെ ഒരു സ്മാരകമാണ്. ഈ വിശുദ്ധന്റെ പിന്തുടർച്ചക്കാരായ ക്നാനായ ക്രിസ്ത്യാനികൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. ക്രിസ്തുവിനും 2000 വർഷം മുമ്പേ യഹൂദർ കേരളത്തിലേക്ക് കുടിയേറി പാർക്കാൻ തുടങ്ങിയതാണ്. ഈ യഹൂദർക്ക് മുമ്പേ അറബികളും ഗ്രീക്കുകാരും റോമക്കാരും ഈ മുസ്ലിംസുമായി ബന്ധപ്പെട്ടിരുന്നു. കറുത്ത പൊന്നായ കുരുമുളകായിരുന്നു അവരുടെ ലക്ഷ്യം. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ യൂറോപ്പിൽ നിന്ന് പോർച്ചുഗീസുകാരും എത്തി. പോർച്ചുഗീസുകാര് അക്കാലത്ത് പണിത ഒരു കോട്ടയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ കോട്ട പണിയാൻ അവർ ഉപയോഗിച്ചിരുന്നത് സുറുക്ക എന്ന മിശ്രിതമാണ്. ഇവിടെ നോക്കിയാൽ കക്കയും ചുണ്ണാമ്പൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രധാന കോട്ട നമ്മുടെ പുറകിലാണ്. ഈ കെട്ടിടം കോട്ടയോട് ചേർന്നിട്ടുള്ള ഒരു സ്റ്റോറേജ് ആണ്. കുരുമുളകും മറ്റു സുഗന്ധദ്രവ്യങ്ങളും സൂക്ഷിക്കാനുള്ള ഒരു കെട്ടിടം. ഇവിടെ ഒരു കപ്പൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുരുമുളകിന്റെ ഇലയും കുരുമുളകും ഉണ്ട്. കുരുമുളകിന് സ്വർണ്ണ കളറാണ് കൊടുത്തിരിക്കുന്നത്, കാരണം കറുത്ത പൊന്നിനേക്കാൾ വിലയുണ്ടായിരുന്നു അക്കാലത്ത് കുരുമുളകിന് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്റ്റാച്യു. കേരളത്തിലെ മലയോര പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന കുരുമുളക് കാരണം കൊടുങ്ങല്ലൂര് അതിസമ്പന്നമായിരുന്നു. അന്നത്തെ ആ സമ്പത്തിന്റെ അവശിഷ്ടങ്ങൾ സ്വർണത്തിന്റെ നിധി പോലെ ഈ മണ്ണിനടിയിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം, കാരണം അതിന് തെളിവുണ്ട്. അക്കാര്യം നമുക്ക് വഴിയെ പറയാം. ഇപ്പൊ നമുക്ക് ഈ കോട്ടയൊന്ന് കാണാം. 16-ാം നൂറ്റാണ്ടിലാണ് പോർച്ചുഗീസുകാര് ഈ കോട്ട പണിയുന്നത്. കായലിനരികിലെ ഒരു ചെറിയ കുന്നിൻ മുകളിലാണ് ഈ കോട്ട. അതുകൊണ്ട് പോർച്ചുഗീസുകാർക്ക് കരയിലെയും കടലിലെയും ആക്രമണങ്ങളെ ഒരേപോലെ തന്നെ ചെറുത്തുതോൽപ്പിക്കാൻ കഴിയുമായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇവിടെ എത്തിയ ഡച്ചുകാര് ഒരു ചതിയിലൂടെ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഈ കോട്ട കൈക്കലാക്കി. അവസാനം ടിപ്പു സുൽത്താനും ഈ കോട്ട പിടിച്ചെടുത്തു. 16-ാം നൂറ്റാണ്ടിൽ മരിച്ചുപോയ ഏതൊരു മനുഷ്യന്റെ അസ്ഥികൂടമാണ് ഈ പെട്ടിയിലുള്ളത്. ഒരുപക്ഷെ ഡച്ചുകാരനോ പോർച്ചുഗീസുകാരനോ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. ഈ അസ്ഥികൂടം പുരാവസ്തു ഗവേഷകർ ഖനനം ചെയ്തപ്പോൾ കിട്ടിയതാണ്. കൊടുങ്ങല്ലൂരിൽ ഖനനം ആരംഭിക്കാനുള്ള പ്രധാന കാരണം ഇവിടെ അടുത്തുള്ള പട്ടണം എന്ന പ്രദേശമാണ്. ഈ പട്ടണവും മാളയും കൃഷ്ണൻകോട്ടയും പറവൂരും എല്ലാം അടങ്ങിയതാണ് പണ്ടത്തെ മുസ്രീസ്. ഈ പട്ടണത്തിൽ നിന്ന് ഒരുപാട് അവശിഷ്ടങ്ങൾ മുസ്രീസിനേതായിട്ട് കിട്ടിയിട്ടുണ്ട്. പെരിയാറിലുണ്ടായ വലിയൊരു വെള്ളപ്പൊക്കമാണ് ഈ മുസ്രീസ് എന്ന തുറമുഖം നശിക്കാനുണ്ടായ പ്രധാന കാരണം. ആ വെള്ളപ്പൊക്കത്തിൽ തുറമുഖം മാത്രമല്ല, തുറമുഖത്തിന്റെ സമ്പാദ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്റ്റോറേജ് അതുവരെ ചെളിക്കകത്തായി പോയി. സമ്പാദ്യം എന്ന് പറഞ്ഞാൽ വിദേശികളിൽ നിന്ന് കൈപ്പറ്റുന്ന സ്വർണം, വജ്രം, രത്നങ്ങള്, പവിഴം, മുത്ത് അങ്ങനെ തുടങ്ങി വിലപിടിപ്പുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടുത്തെ നാട്ടുകാർക്ക്, പ്രത്യേകിച്ച് പട്ടണം പ്രദേശത്തുള്ളവർക്ക്, മണ്ണിനടിയിൽ നിന്നും സ്വർണങ്ങളും മറ്റു വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്രശസ്ത സിനിമാ നടൻ സലീംകുമാർ പട്ടണം എന്ന പ്രദേശത്ത് വെച്ച്, അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്താണ് കേട്ടോ, അവിടെയുള്ള നാട്ടുകാർക്ക് മഴ പെയ്യുമ്പോൾ മണ്ണിൽ തെളിഞ്ഞു വരുന്ന സ്വർണങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു പത്രത്തിൽ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും മണ്ണിനടിയിൽ ആ വലിയ നഗരത്തിന്റെ സമ്പാദ്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടാകും എന്നാണ്. ഇവിടെ കാണുന്ന ഈ മരക്കുറ്റി ഈ കോട്ടയുടെ മുമ്പിലുണ്ടായിരുന്ന കൊടിമരത്തിന്റെ അവശിഷ്ടമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചേര രാജാക്കന്മാര് കേരളം ഭരിച്ചിരുന്ന സമയത്ത് ഇവിടെ വലിയൊരു ചന്തയുണ്ടായിരുന്നു. പുരാതനമായ ആ ചന്ത ഇപ്പോഴും ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. പോർച്ചുഗീസുകാരുടെ കോട്ടയിൽ നിന്ന് കുറച്ചു ദൂരമേ ഉള്ളൂ ഈ മാർക്കറ്റിലേക്ക്. ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങുകളും പഴക്കം ചെന്നതാണ്. നൂറ്റാണ്ടുകൾ പഴക്കം ഇല്ലെങ്കിലും ഒരു 50 വർഷമെങ്കിലും പഴക്കം ഉണ്ടാകും. ഈ മാർക്കറ്റിന് 1000 വർഷത്തെ പഴക്കം ഉണ്ടെങ്കിലും ഈ ബിൽഡിങ്ങുകൾക്ക് അത്രയും പഴക്കം ഉണ്ടാകില്ലല്ലോ. 1000-2000 വർഷങ്ങൾക്ക് മുമ്പ് കരണ്ടും ഫ്രിഡ്ജും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് മാംസഭക്ഷണം കേടാവാതെ വെക്കണം എന്നുണ്ടെങ്കിൽ കുരുമുളക് അത്യാവശ്യമായിരുന്നു. ഈ യൂറോപ്യൻസിനും അതുപോലെ തന്നെ വിദേശീയരായ മറ്റ് രാജ്യക്കാർക്കും മാംസഭക്ഷണം ഇല്ലാതെ പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് നമുക്ക് അധികം വിലയില്ലാതിരുന്ന ഈ കുരുമുളക് കറുത്ത പൊന്നായി മാറിയത്. അത് തേടിയിട്ടാണ് വിദേശീയർ കേരളത്തിലേക്ക് എത്തിയത് തന്നെ. അതുകൊണ്ട് തന്നെ അക്കാലത്ത് കേരളം ഭരിച്ചിരുന്ന ചേര രാജാക്കന്മാര് വളരെ സമ്പന്നരും ശക്തരുമായി തീർന്നിരുന്നു. അന്ന് കൊച്ചി, കോഴിക്കോട്, വേണാട് എന്നിങ്ങനെ രാജ്യങ്ങളായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടില്ലായിരുന്നു. കേരളം ഒറ്റ രാജ്യം തന്നെയായിരുന്നു. ചേരളം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അന്ന് കേരളത്തിന്റെ തലസ്ഥാനം ഈ കൊടുങ്ങല്ലൂരായിരുന്നു. ഇവിടെ ഭരിച്ചിരുന്ന ചേര രാജാക്കന്മാരെല്ലാവരും തന്നെ ബുദ്ധമതക്കാരായിരുന്നു. ഇതില് അവസാനത്തെ രാജാവ് രാജ്യം ഉപേക്ഷിച്ച് ഗൾഫിലേക്ക് പോവുകയാണ് ചെയ്തത്. അതിനുള്ള കാരണം അദ്ദേഹം മുസ്ലിം മതം സ്വീകരിച്ചു എന്നതാണ്. അദ്ദേഹം പോകുന്നതിന് മുമ്പ് കേരളം
പ്രധാനമായിട്ടും 4ആയിട്ട് വിഭജിച്ചിട്ടാണ് പോയത്. ഈ 4 ചെറു രാജ്യങ്ങളും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് തന്നെയാണ് വിട്ടുകൊടുത്തത്. അങ്ങനെ കൊടുങ്ങല്ലൂര് കൊച്ചി രാജ്യത്തിന്റെ തലസ്ഥാനമായി മാറിത്തീർന്നു. കൊച്ചി രാജ്യം ആയിരുന്ന സമയത്താണ് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ഈ മുസ്ലിസ് തകർന്നു പോവുകയും ചെയ്തത്. ഇതിനും നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് കേട്ടോ ഇവിടെ പോർച്ചുഗീസുകാർ വന്നത് തന്നെ. പോർച്ചുഗീസുകാർ ഇവിടെ വരുന്നതിന് മുമ്പ് അവരുൾപ്പെടെയുള്ള യൂറോപ്യന്മാർക്ക് കുരുമുളക് കിട്ടിയിരുന്നത് അറബികളിൽ നിന്നും ഗ്രീക്കുകാരിൽ നിന്നും റോമക്കാരിൽ നിന്നുമാണ്. ഈ ഇടനിലക്കാരെ എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തോക്കും പീരങ്കിയും കൈവശമുണ്ടായിരുന്ന യൂറോപ്യന്മാർ ശ്രമിച്ചപ്പോൾ നമ്മൾ അവരുടെ അടിമകളായി മാറി. പിന്നെ ഇവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. ഈ പള്ളിക്ക് പേരിട്ടിരിക്കുന്നത് നമ്മുടെ മുസ്ലിം രാജാവ് മാറിയ അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ്, ചേരമാൻ ജുമാ മസ്ജിദ്. ഇത് ഭാരതത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയാട്ടോ. ഇവിടെ പണി നടക്കുന്നുണ്ട്. പിന്നെ അന്യമതസ്ഥരെയും അങ്ങനെ അകത്തേക്ക് കയറ്റാറില്ലെന്ന് തോന്നുന്നു. അങ്ങടേക്ക് അകത്തേക്ക് കടക്കാൻ സാധിക്കില്ല. ഇവിടെ കാണാനുള്ള മറ്റൊരു ആകർഷണം ചേരമാൻ പറമ്പാണ്. പണ്ട് ചേര രാജാക്കന്മാരുടെ കോട്ട ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. കോട്ട ഇവിടെ ഇല്ലെങ്കിലും ഇവിടെ കോൺക്രീറ്റ് കൊണ്ട് ഒരു സ്മാരകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുള്ള സ്ഥലം കേട്ടോ. നമ്മൾ ഇനിയും കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ചരിത്രപരമായിട്ട്. നമുക്കിനി വേറെ ഏതെങ്കിലും വീഡിയോയിൽ അതൊക്കെ കാണിക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്